ഈ ക്ലാസ്സിൽ നമ്മളപ്പോൾ കോസ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും കൊസൈൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെയും ഗ്രാഫ് എങ്ങനെ വരിക എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സൈൻ്റെ ഗ്രാഫ് എങ്ങനെ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു, അതെങ്ങനെ വരയ്ക്കുക എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ കോസ് എക്സിൻ്റെയും കാണാൻ പോവുകയാണ്. അപ്പോൾ കോസ് എക്സ് എവിടെ നിന്ന് എങ്ങോട്ടാ? കോസ് ഫ്രം ഡൊമൈൻ എന്താണ് 6 ടു എവിടേക്കാണ്? -1 1ലേക്ക് അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ എന്ത് വരും? എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ എന്താ? 6 നമ്മൾ അടയാളപ്പെടുത്തുക അല്ലെ, ഡൊമൈനാണ്. വൈ ആക്സിസിൽ എന്താ അടയാളപ്പെടുത്തുക? റേഞ്ചിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ റേഞ്ചിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 തൊട്ട് -1 വരെയാണ് അല്ലേ. -1 തൊട്ട് 1 വരെ ഉള്ളത്. അപ്പോൾ ഇത് മാത്രമേ റേഞ്ചിൽ വരുള്ളൂ. ഡൊമൈൻ എങ്ങനെ അടയാളപ്പെടുത്തുക? നമ്മൾ സൈൻ്റെ അടയാളപ്പെടുത്തിയ പോലെ തന്നെ 0 π/2 π 3π/2 2π എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എങ്ങനെയാണ്? -π/2 -3π/2 എക്സെട്ര. അപ്പോൾ ഇതിലെങ്ങനെ വാല്യൂസ് കൊടുക്കുക? cos 0 എന്താണ്? cos 0 1 ആണ്. cos 0 1 ആണ്. അപ്പോൾ എവിടെ പോയിന്റ് വരിക? പോയിന്റ് ഇവിടെ. ഇനി cos π/2 എത്രയാണെന്ന് അറിയോ? cos π/2 0 ആണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് അറിഞ്ഞാൽ മാത്രമേ ഗ്രാഫ് വരയ്ക്കാൻ പറ്റൂ കേട്ടോ. ഇനി cos π എത്രയാണ്? cos π എന്ന് പറയുന്നത് -1 ആണ്. cos 3π/2 0 ആണ്. π/2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 0 ആണ് കോസിൽ വരുമ്പോൾ. അങ്ങനെ നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇനി cos 2π എന്താ വരിക? 2π 1 ആണ് വരിക. അപ്പോൾ cos -π/2 എന്താ വരിക? 0 അല്ലേ. കാരണം എന്താ? π/2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 0 ആണ്. അപ്പോൾ 3π/2 0 ആയിട്ടാണ് വരിക. -π എത്ര വരിക? -πയിൽ കോസ് -1 ആണ് വരിക. അപ്പോൾ പോയിന്റ്സ് നമുക്ക് കിട്ടിയില്ലേ. ഇത് നമ്മൾ 0 0 എന്ന് അടയാളപ്പെടുത്തിയ പോയിന്റാണ്. 0ൽ cos 0 എന്തായിരുന്നു? 1. അപ്പോൾ ഇതാണ് കേട്ടോ പോയിന്റ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഗ്രാഫ് കിട്ടും? ഗ്രാഫ് നമുക്ക് വേവി ആയിട്ട് തന്നെ ഇവിടെയും കിട്ടുക. സൈൻ എക്സിനെ പോലെ വേവി ആയിട്ട് തന്നെ കിട്ടുക. പക്ഷെ എന്ത് ഡിഫറൻസ് ഉണ്ട്? സൈൻ എക്സിന് sin 0 0 ആയിരുന്നു. അപ്പോൾ ഇവിടുന്നാണ് ഇങ്ങനെ ഗ്രാഫ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ കോസ് എക്സിൻ്റെ ഗ്രാഫിൽ എന്താണ് പ്രത്യേകത? 0ൽ 1 ആയതുകൊണ്ട് കണ്ടില്ലേ, ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അല്ലാതെ രണ്ടിനെയും പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ തോന്നും, പക്ഷെ ഒരേതല്ല. രണ്ടാൾക്കും എന്താണ് വ്യത്യാസം? പോയിന്റ്സിൽ ഓരോ പോയിന്റിലും വരുന്ന വാല്യൂസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് തോന്നും? രണ്ടും ഒരേപോലെയാണെന്ന് തോന്നും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കോസ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്യണം. കോസ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫംഗ്ഷൻ? നമ്മളിപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എടുക്കുകയാണെന്ന് വെച്ചാൽ 0 πയിൽ നിന്ന് എവിടേക്കായിരുന്നു? -1 1ലേക്ക് അല്ലേ. അതുപോലെ എന്താ 0 π എടുത്തിട്ടുണ്ടായിരുന്നു, -π 0 എടുത്തിട്ടുണ്ടായിരുന്നു, π 2π ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇൻവേഴ്സ് എങ്ങനെയാണ് എവിടെ നിന്ന് എങ്ങോട്ടാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാൻ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരിക? കോസിൻ്റെ വരച്ച സമയത്ത് എക്സ് ആക്സിസിൽ വന്നത് കോസ് ഇൻവേഴ്സിൻ്റെ വരയ്ക്കുമ്പോൾ വൈ ആക്സിസിൽ വരും അല്ലേ. വൈ ആക്സിസിൽ വന്നത് കോസ് ഇൻവേഴ്സിൽ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ വരും. കാരണം എന്താ? അവിടെ ഡൊമൈനും റേഞ്ചും അങ്ങോട്ടേക്ക് കൊണ്ട് മാറിയില്ലേ. അപ്പോൾ ഇവിടെ ഗ്രാഫ് എങ്ങനെ വരിക? -1 1 എന്നുള്ളത് എക്സ് ആക്സിസിലേക്കായിട്ട് മാറും അല്ലേ. എക്സ് ആക്സിസിലേക്കായിട്ട് മാറും. അപ്പോൾ -1 ഇവിടെ വരും, 1 ഇവിടെ വരും. അപ്പോൾ ഈ പോയിന്റ്സിലൊക്കെ എത്ര അടയാളപ്പെടുത്തണം? π/2 π 3π/2 2π 5π/2 എക്സെട്ര. ഇനി താഴോട്ട് എങ്ങനെ വരും? -π/2 -π -3π/2 -2π -5π/2. ഇനി ഇതിൽ പോയിന്റ്സ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എ ബി കോസിൻ്റെ ഗ്രാഫിലുണ്ടെങ്കിൽ എ ബി കോസ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫിൽ ഉണ്ടാവുമോ? ഇല്ല. ബി എ ആണ് കോസ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫിൽ ഉണ്ടാവുക. അപ്പോൾ ഏതാണ്ടാവുക? 0. ഈ പോയിന്റ് ഏതാ? 0 1 അല്ലേ. പോയിന്റ് 0 1 0 1 കോസിൻ്റെ ഗ്രാഫിലുണ്ടെങ്കിൽ ഇവിടെ ഏതാ ഉണ്ടാവുക? 1 0. ഏതാ പോയിന്റ്? 1 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഏതാ? π/2 0 ആണ് ഈ പോയിന്റ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഏതാവും? 0 π/2
പിന്നെ പൈയിൽ ഇവിടെ എന്താ പോയിന്റ്, പൈ -1 ആണ് അല്ലേ. അപ്പോൾ -1 പൈ, -1 പൈ എന്നായിരിക്കും പോയിന്റ് വരിക. അപ്പം കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ഓരോന്നും നമ്മൾ അടയാളപ്പെടുത്തണം, പോയിന്റ്സ് അടയാളപ്പെടുത്തണം. വാല്യൂസ് നോക്കിയിട്ട് അതേപോലെ അടയാളപ്പെടുത്തുക. π/2ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ എന്താണെന്ന് അറിയാം, 0 ആണെന്ന് അല്ലേ. π/2ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ കോസ് ഇൻവേഴ്സ് 0 അല്ല, കോസ് 0 ആകുമ്പോൾ എന്തായിരിക്കും, കോസ് ഇൻവേഴ്സും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം, -π/2, -π/2ൽ എങ്ങനെയാണ്, 0 തന്നെയാണ് അല്ലേ. -π/2 0, അപ്പോൾ ഇവിടെ വരുമ്പോൾ 0 -π/2 എന്നുള്ള പോയിന്റ് അത് ഇതല്ലേ. അപ്പോൾ π/2ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ 0 ആയിരിക്കും, ഒറ്റ നോട്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. -πയിൽ -1 ആണ്, അപ്പോൾ -1ൽ -π. അപ്പോൾ ഇതേപോലെ നോക്കിയിട്ട് എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടും, ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വേവി ആയിട്ട് തന്നെയാണ് കിട്ടുക. പക്ഷെ എന്താ ഡിഫറൻസ് എന്താണ്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോസ് എക്സിൻ്റെ മിറർ ഇമേജ് ആണിത്. അതായത് എവിടെ വെക്കണം, മിറർ എവിടെ വെക്കുമ്പോഴാണ് നമുക്ക് കോസ് എക്സ് y = x എന്നുള്ള പോയിന്റ് ഏതാ, ഇത് y = x എന്നുള്ള ലൈൻ ഏതാ, ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് മിറർ വെക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടും, ഗ്രാഫ് ഇങ്ങനെ കിട്ടും. അപ്പോൾ y = xൽ മിറർ വെക്കുമ്പോൾ, അതായത് കോസ് എക്സിൻ്റെ മിറർ ഇമേജ് അല്ലേ. മിറർ ഇമേജ് പറയുമ്പോൾ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് മിറർ ഇമേജ്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്ന ഇമേജാണ് ഏത്, കോസ് ഇൻവേഴ്സിൻ്റെ ഇമേജ് ആയിട്ട് വരിക. ഇനി ഇതിൻ്റെ നമ്മളെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്, 0π ആണ് അല്ലേ. 0π എവിടുന്ന് എങ്ങോട്ടാ, 0 തൊട്ടിട്ട് ഇവിടെയാണ്, 0 തൊട്ടിട്ട് π വരെ. അപ്പോൾ ഈ റീജിയനാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഡാർക്കൺ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതെന്താണ്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണെന്ന് കാണിക്കാനാണ് അങ്ങനെ ഡാർക്കൺ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൊസീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഗ്രാഫ്